ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബോറാക്കാൻ നിൽക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് പോവാട്ടോ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതിയുടെ പ്രതികരണമാണ്. അപ്പം ശ്രുതി പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇനി എന്തിനാ ഇതിവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് രേവതിക്ക് ദേഷ്യം വന്നത്. രേവതിക്ക് ദേഷ്യം വരും, കാരണം രേവതിയുടെ കൂടപ്പിറപ്പുകളെയും അമ്മേനെയാണ് കള്ളന്മാരാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേഷ്യം വരില്ലോ. അതുകൊണ്ട് പറ്റിയ അവസരം നമ്മുടെ രേവതി നന്നായിട്ട് പ്രയോഗിക്കുകയാണ്. അപ്പൊ രേവതി പറയുകയാണ്, നിങ്ങൾക്ക് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതി, ശ്രുതിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കറിയാം ശ്രുതിക്ക് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എന്റെ അനിയൻ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ കള്ളനായി നിന്നപ്പോൾ ആരും പ്രതികരിക്കാനില്ലായിരുന്നല്ലോ. എല്ലാവരും അവനെ കുറ്റപ്പെടുത്താനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എന്റെ സച്ചേട്ടനും ആവുന്ന തരത്തിൽ പറഞ്ഞതാ അവർ കട്ടിട്ടില്ലെന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും എന്റെ അനിയന്റെ തലയിൽ കൊണ്ടുപോയി ആ കുറ്റം ചുമത്തി വെക്കുകയല്ലായിരുന്നോ? എന്റെ അമ്മയ്ക്കും എന്റെ ആങ്ങളയ്ക്കും എന്റെ അനിയത്തിക്കൊക്കെ എന്തുമാത്രം വിഷമം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ അതറിയില്ല. അത് അറിയണമെങ്കിൽ നിങ്ങളുടെ മണ്ടയിൽ കൊണ്ട് ആ ഒരു കുറ്റം ഇടണമായിരുന്നു. അപ്പൊ അറിയാം. ഇപ്പം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് കൈ ഒഴിഞ്ഞാൽ മതിയല്ലോ. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടത് എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും അല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്താടി നീ പറഞ്ഞ് കേറുന്നത്? നിർത്ത് മതി, നിന്റെ സംസാരം ഇനി വേണ്ട. പറഞ്ഞല്ലോ, ഞാൻ മാപ്പ് ചോദിച്ചല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്? എനിക്കൊരു തെറ്റു പറ്റിയെന്ന് ഞാൻ പറഞ്ഞു, അതിന് ഞാൻ മാപ്പും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്താ ഇനി പ്രശ്നം ഇരിക്കുന്നത്? നിന്റെ അനിയന്റെയും നിന്റെ അമ്മയുടെ ഒക്കെ കാലേ വീഴണോ ഇനി ഞാൻ പോയി? അതാണോ നീ ആഗ്രഹിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെ കാലേ വീണാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെയാണല്ലോ എന്റെ അനിയനെ നാണം കെടുത്തിയത്. അവനെ ഇവിടെ വെച്ച് എന്തൊക്കെ നിങ്ങൾ ചെയ്തു? ഷർട്ട് ഊരിയും ജീൻസ് ഊരിയൊക്കെ നിങ്ങൾ അവനെ പരിശോധിക്കാൻ ശ്രമിച്ചതല്ലേ? അപ്പോഴും അവൻ പറഞ്ഞതല്ലായിരുന്നോ? അല്ല, ഞാനൊരു കാര്യം ഇനി ചോദിച്ചോട്ടെ, ഇത് ഞാൻ ചോദിക്കാനിരുന്നത് തന്നെയാ. അമ്മ ശ്രുതിക്കൊരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലും ചെയ്യില്ല, അതെനിക്കറിയാം. ഞങ്ങൾക്ക് പൈസ ഇല്ലെന്നേ ഉള്ളൂ അമ്മേ, അഭിമാനം വിറ്റല്ല ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോളെ പോട്ടെ മോളെ, സാരമില്ല, പറഞ്ഞല്ലോ ഒരബദ്ധം പറ്റിയതല്ലേ, മോൾക്കല്ലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ, മോളങ്ങോട്ട് ക്ഷമിക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് പൈസ എല്ലാം കൂടെ നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് താന്നും പറഞ്ഞ് മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പൈസ അങ്ങനെ കയ്യിലൊന്നും തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുധിയുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പിടിച്ചു പറിച്ചു. സുധിയുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു പറിച്ചിട്ട് ഇത് എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് തിട്ടപ്പെടുത്തിയിട്ട് ബാക്കി കാര്യം ചെയ്താൽ മതി. അതുകൊണ്ട് ആദ്യം ഇത് എത്ര രൂപയുണ്ടെന്ന് നോക്കട്ടെ. ഇവൻ പേരും കള്ളനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ പൈസയിൽ കുറവ് കാണും. എടാ ശ്രീകാന്ത് വന്നേടാ, നമുക്ക് എണ്ണി നോക്കാടാന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുത്ത് എണ്ണാൻ തുടങ്ങി കേട്ടോ. ഏതായാലും ശ്രീകാന്തും എണ്ണി, നമ്മുടെ സച്ചിയും എണ്ണി. പൈസ എണ്ണി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കുറച്ച് പൈസ കുറവുണ്ട്. അപ്പോഴേക്കും തന്നെ സച്ചു പറഞ്ഞു, എന്തിയടാ ബാക്കി പൈസ കൂടെ വെക്കാനാ പറഞ്ഞത്. കറക്റ്റ് 1 ലക്ഷം രൂപയല്ലേ നീ എടുത്തോണ്ട് പോയത്? ഞാൻ എടുത്തോണ്ട് പോയതല്ല, അമ്മ എനിക്ക് എടുത്തു തന്നതാ. അമ്മ എടുത്തു തന്നാണെങ്കിലും നീ എടുത്തോണ്ട് പോയതാണെങ്കിലും ആ 1 ലക്ഷം രൂപ കറക്റ്റ് തികച്ച് ഇപ്പൊ വെക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അഭിമാനം സമ്മതിക്കുവോ? ശ്രുതിയാണെങ്കിൽ ഓടി അവിടെ നിന്ന് വിട്ടടിച്ച് റൂമിലേക്ക് പോയി. റൂമിലേക്ക് ചെന്നിങ്ങനെ പൈസ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതിയും പുറകെ പോയിട്ട്, എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്റെ പൊന്നു ശ്രുതി, എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുക, എനിക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കുക. എന്തിനാ ശ്രുതി നീ ദേഷ്യപ്പെടുന്നത്? ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല കൈകെട്ടി ചുമ്മാതെ എന്ന് പറഞ്ഞ് പേഴ്സിനകത്തുനിന്ന് പൈസ എടുത്തോണ്ട് പോയി കൊടുത്തിട്ട്, ഇപ്പൊ നിങ്ങളുടെ കടവും ബാധ്യതയൊക്കെ തീർന്നല്ലോ, ഇനി ഇതിന്റെ പേരില് ശ്രുതിനെ ആരും ഇവിടെ കുറ്റപ്പെടുത്താൻ പാടില്ല. പൈസ തിട്ടപ്പെടുത്തിയില്ലോ, ഇപ്പൊ 1 ലക്ഷം രൂപയില്ലേ അത്? അല്ല, സച്ചിക്ക് എണ്ണി നോക്കാൻ പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, എണ്ണി നോക്കണം. അത് പൗഡർ ഇടത്തിയാണെങ്കിലും ആരാണെങ്കിലും പൈസ എണ്ണി നോക്കിയിട്ടേ ഈ സച്ചി മേടിക്കാറുള്ളൂ. പൈസയുടെ വില നന്നായിട്ട് ഈ സച്ചിക്ക് അറിയാം, അതുകൊണ്ട് പൈസ എണ്ണി നോക്കിയിട്ടേ ഈ സച്ചി മേടിക്കാറുള്ളെന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ എടുത്ത് എണ്ണി നോക്കിയപ്പോഴത്തേക്കും ഏതായാലും കറക്റ്റ് പൈസ ഉണ്ട്. ഏതായാലും ഇന്ന് അച്ഛൻ ഇത് പിടിക്കാൻ പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, എന്റെ കയ്യിൽ തരാനോ മോനെ, ഇതെനിക്ക് വേണ്ട. അവള് പറഞ്ഞല്ലോ അവക്ക് എന്തൊക്കെയോ കല്യാണക്കടമൊക്കെ ഉണ്ടെന്ന്, അവൾ അത് കൊണ്ടുപോയി വീട്ടട്ടെ. അതെ, ഇത് അച്ഛന്റെ പൈസയല്ലേ, ഒന്ന് തള്ളയുടെ കൈ കൊടുത്തപ്പോഴത്തേക്കും അറിഞ്ഞല്ലോ ഇവിടുത്തെ അവസ്ഥ. ഈ പൈസ ആ തള്ളയുടെ കൈ കൊടുത്തോണ്ടാ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായത്. മോനെ സച്ചി, അത് അവളുടെ കൈ കൊടുത്തേരെ, അവക്ക് കല്യാണക്കടമൊക്കെ വീട്ടാനുണ്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പം കല്യാണത്തിന് കടം മേടിച്ചവരൊക്കെ ഈ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിന്നാലേ അതിന്റെ ക്ഷീണം എനിക്കും കൂടെ അല്ലേ, അതുകൊണ്ട് കൊടുക്കത് എന്താന്ന് വെച്ചാൽ കൊണ്ടുപോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മനസ്സില്ലാ മനസ്സോടെ സച്ചി, എന്നാ പിടിക്ക, ഏതായാലും ഗോളടിച്ച് നിൽക്കുകയല്ലേ,
ഇനിയേ പൈസ സൂക്ഷിച്ചു വെക്കാൻ നോക്ക്, അല്ലെങ്കിൽ ചിലപ്പം ഇനിയും കള്ളന്മാര് കക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞാണ് ആ പൈസ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കുന്നത് കേട്ടോ. ചന്ദ്ര ഏതായാലും ആ പൈസ കിട്ടിയത് വലിയ കാര്യം എന്ന് പറഞ്ഞങ്ങ് പോയി. കാരണം ചന്ദ്രയ്ക്ക് അറിയാലോ, ചന്ദ്രയ്ക്ക് പലിശ കൊടുക്കാനുള്ളത് തികഞ്ഞല്ലോ. ഏതായാലും നമ്മുടെ ശ്രുതിയൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോനെ ഇനിയിപ്പം വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഏതായാലും ഈ പ്രശ്നം ഇവിടെ തീർന്നല്ലോ, ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നല്ലതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ നന്മമരം, അല്ലാതെ പിന്നെ എന്താ പറയുക, മരവാഴയല്ലേ, എല്ലാവരും രവീന്ദ്രന്റെ പേര് മാറ്റി മരവാഴ എന്നാക്കി. ഇപ്പം പറഞ്ഞു എൻ്റെ വായിലും മരവാഴ എന്ന് വരുമോ എന്നുള്ളതാ സത്യം. ഏതായാലും ഈ രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരാൾ വയലന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ സൈലന്റ് ആയി പോകും. അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ രവീന്ദ്രനും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രാത്രിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് ബെഡ്റൂമിനകത്തിരുന്ന്. അപ്പോഴേക്ക് സച്ചി കയറി വന്നിട്ട് ഇതെന്തെടുക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനേ കണ്ടില്ലേ കുറച്ച് വെള്ളം കോരി ഈ മിറ്റമൊക്കെ ഒന്ന് തളിച്ചിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോവാന്ന് ചോദിച്ചപ്പം നീ എന്താ പറയുന്നത്? അല്ല കണ്ടാ മനസ്സിലാവില്ലേ ഞാൻ തുണി മടക്കുകയാണെന്ന്? അതെ, ഞാൻ തുണി മടക്കി വെക്കുക, എനിക്കിവിടെ ഇതൊക്കെയല്ലേ പണി, അല്ലാതെ വേറൊരു പണിയില്ലല്ലോ, എനിക്ക് അകത്തെ പണി ചെയ്യലാണല്ലോ എന്റെ ജോലി. ഓഹോ, ഇന്ന് വലിയ ദേഷ്യത്തിലാണല്ലോ, എന്നാ പറ്റിയത് ഇത്ര വലിയ ദേഷ്യം? എന്താ എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ലേ? ബാക്കി എല്ലാവർക്കും ഇവിടെ ദേഷ്യപ്പെടാലോ, എന്താ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ലേ? എന്റെ പൊന്നു രേവതി, കടിച്ചു തിന്നാൻ വരാതെ എന്താണെന്ന് വെച്ചാൽ നീ അത് പറ രേവതി. എന്ത് പറയാനാ, ഹണിമൂണ്. ഇവിടെ എനിക്ക് മാത്രം ഹണിമൂണിനും പോകണ്ട, എവിടെയും പോകണ്ടല്ലോ, ഞാൻ മാത്രം അടുക്കളപ്പണി ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ. ഓഹോ, ഇപ്പൊ ഹണിമൂണാണോ പ്രശ്നം? അതെ, ഹണിമൂണ് തന്നെയാ പ്രശ്നം. അല്ല, എല്ലാവരെയും കൊണ്ട് ഹണിമൂണിന് പോകാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ, പക്ഷെ എന്നോട് ഒറ്റയ്ക്ക് ഹണിമൂണിന് പോകാമെന്ന് ചോദിച്ചോ? ഇതുവരെ നമ്മളൊരു ഹണിമൂണിന് പോയിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രോ നാളായി ഒരു ഹണിമൂണിന് പോലും കൊണ്ടുപോയിട്ടില്ല. ഓഹോ, ഹണിമൂണിന് പോകാത്തന്റെ ഒരു കൊതിക്കറുവാണല്ലേ നിനക്ക്? അല്ല, നിനക്കും ഇനിയിപ്പം ആൻറ്റമാനോ എന്നതാ മാന അവിടെ നിനക്കും ഇനിയിപ്പം പോണോ? അതെന്താ, എനിക്കെന്താ ആഗ്രഹങ്ങളൊന്നുമില്ലേ? എനിക്കും ഹണിമൂണിന് പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. വിവാഹം കഴിയുമ്പോൾ കുറെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ആയിട്ട് തന്നെയാ ഓരോ പെണ്ണുങ്ങളും ഓരോ വീട്ടിൽ കയറി ചെല്ലുന്നത്. എന്റെ രേവതി, നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ, എന്നിട്ടാണോ നീ ഈ സംസാരമൊക്കെ സംസാരിക്കുന്നത്? അതെ, ഇവിടെ CC അടയ്ക്കണം, പലിശ കൊടുക്കണം, അതുപോലെ വാടക കൊടുക്കണം, വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്നറിയാലോ. അങ്ങനെ 100 കൂട്ടം ബാധ്യത കിടക്കുന്ന എന്നോട് എങ്ങനെയാ നിനക്കിത് പറയാൻ തോന്നുന്നത്? അതെ, ബാധ്യതയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ബാധ്യതയെല്ലാം മാറ്റി വെച്ചിട്ടാ എല്ലാവരും ഓരോന്ന് ചെയ്യുന്നത്. അല്ലാതെ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അടങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ബാധ്യതയൊക്കെ ഒരു സൈഡിലേക്ക് പൊക്കോളൂ. നമ്മൾ വേണമെന്ന് വെച്ചാൽ എന്ത് സാധിക്കാൻ പറ്റും? അല്ല, എന്താ നിനക്കിപ്പം വേണ്ടത്? ഇവിടെ അടുത്തെവിടെയെങ്കിലും ടൂറിന് പോയാൽ മതിയോ നിനക്ക്? ടൂറിനല്ല, ഹണിമൂണിന്. അത് തന്നെ, ഹണിമൂണിന് പോയാൽ മതിയോ നിനക്ക്? വേണമെങ്കിൽ നമുക്കിവിടെ അടുത്ത് വല്ലതും പോകാം, വല്ല ബീച്ചിലോ. അതെ, ബീച്ചിലും കായലിലും കടലിലും ഒന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആൻഡമാനിലും ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകാമെങ്കിൽ എനിക്കെന്താ പൊക്കൂടെ? ഏതായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പം പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഏത് നേരവും ഇനിയിപ്പോൾ ഇത് പറയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, കൈവയ്ക്കാത്തതിന്റെ കുഴപ്പമാ, അടിയുടെ 2 കുറവുണ്ട്. ഏതായാലും ഒരു കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇതൊക്കെ ശരിയാവുന്ന കേസേ ഉള്ളൂ എന്നിങ്ങനെ പതുക്കെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? എന്താ കൈ വെക്കാന്നോ? കൈ വെക്കണോ? എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് സാരിയൊക്കെ എടുത്തങ്ങ് മടക്കി കുത്തിയിട്ട് കൈ വെക്കണോ? അപ്പൊ നമ്മുടെ സച്ചി കട്ടിലേലിരിക്കുവാണ്. നമ്മുടെ രേവതി ആണെങ്കിൽ എണീറ്റിട്ട് ഇങ്ങനെ ചൂണ്ടി ചെല്ലുക. ആ ചൂണ്ടുന്നതനുസരിച്ച് സച്ചി ഇങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. കൈ വെക്കണോ? ഇവിടെ കൈ വെക്കണോ? അതോ ഇനി എൻ്റെ ഇവിടെ കൈ വെക്കണോ? അതോ എൻ്റെ തലേ കൈ വെക്കണോ? നിങ്ങൾക്ക് എവിടെയാണ് കൈ വെക്കേണ്ടത്? നിങ്ങളൊന്ന് അടിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ, എൻ്റെ പൊന്നു രേവതി, എനിക്ക് അടിക്കണ്ടായേ, എൻ്റെ കൺമുമ്പിൽ നിന്നൊന്നും മാറിപ്പോയാൽ മതി എന്ന് പറയും. ഏതായാലും ചിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രേവതി അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും വഴക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ രസകരമായ കുറച്ച് വഴക്ക് പോലത്തെ നമ്മുടെ രേവതിയുടെ ചെറിയൊരു സൗന്ദര്യപ്പണക്കം അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ സീനിന് മുമ്പ് വേറൊരു സീനുണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല, കുറച്ചും കൂടെ ആ സീനുണ്ട്. നമ്മുടെ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ട് രേവതിയോട് പറയാ, അതെ രേവതി, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇത് അമ്മയല്ല പൈസ എടുത്തു കൊടുത്തേക്കുന്നത്. അമ്മ ഒരിക്കലും 1 ലക്ഷം രൂപയൊന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല സുധിക്ക്. അതുകൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നത് സുധി എടുത്തത് തന്നെയാണെന്നാ തോന്നുന്നത്, അല്ലാതെ അമ്മ ഒരിക്കലും ഇത് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ വഴി? അതെ, അവരെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ.
അവനെ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയതാ. അതുകൊണ്ട് അവന്റെ എല്ലാ സ്വഭാവവും എനിക്കറിയാം, അമ്മയുടെ സ്വഭാവം എനിക്കറിയാം. അമ്മ പൈസ വിട്ടങ്ങനെ കളിക്കത്തൊന്നുമില്ല. 1,00,000 രൂപ ഹണിമൂണിന് പോകാൻ അമ്മ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാം. അപ്പൊ ഇത് വെളിയിൽ നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കാണ് കേട്ടോ. അപ്പൊ ശ്രുതിക്കും പൊടിക്കും ഒരു ചെറിയ സംശയമൊക്കെ തോന്നും ഇവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി റൂം തുറന്നങ്ങ് ഇറങ്ങിയതും പെട്ടെന്ന് ശ്രുതി അവിടെ നിൽക്കുന്ന കാണാണ്. അപ്പൊ ശ്രുതി അങ്ങ് വല്ലാണ്ട് അങ്ങ് ചമ്മിപ്പോയിട്ടോ. ഏതായാലും കുറച്ചു നേരം രേവതി ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കിയിരുന്നപ്പോൾ ശ്രുതി അങ്ങ് പോയി. അങ്ങനെ രേവതി അങ്ങ് പോയിട്ടോ. അപ്പൊ അത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. അപ്പൊ സുധി ഒരു പാർക്കിലൊക്കെ പോയി ഇരിക്കുകയാണല്ലോ. അപ്പൊ പാർക്കിലൊക്കെ പോയിരുന്ന് കുറെ നേരം ഉറങ്ങിക്കഴിഞ്ഞ് ഞെട്ടി എണീക്കുകയാണ്. അടുത്തൊരു വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നങ്ങാണ്ട് കിട്ടിയ സുധീരെ പോലെ ഏതോ ഒരു തലതെറിച്ച കൂട്ടുകാരനാണ്. അപ്പൊ ആ കൂട്ടുകാരനും ഉണ്ട്. അപ്പം അയാൾ ഇങ്ങനെ ഉറങ്ങുന്നു. നമ്മുടെ സുധി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ടോ, അയ്യോ 1:30 ആയോ, 1 മണിക്കല്ലായിരുന്നു ഇന്നും ആഹാരം കഴിക്കണത്, ആഹാരം കഴിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങനെ ആ ടിഫിൻ തുറക്കുകയാണ്, ആ ബോക്സ് തുറക്കുകയാണ്. ബോക്സ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് മുട്ട കാണുന്നില്ല. അമ്മ മുട്ട വെച്ചില്ലായിരുന്നോ? ആഹാ, അത് കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ ചന്ദ്രന്. ചന്ദ്ര ഫോൺ എടുത്തിട്ട്, എന്താ മോനെ? അതെ, അമ്മ എന്താ മുട്ട വെക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നും എനിക്കൊരു മുട്ട വെക്കണമെന്ന്. അത് പിന്നെ മോനെ ഞാൻ ആ ചോറിന്റെ ഒക്കെ ഏറ്റവും അടിയിൽ മുട്ട വെച്ചിട്ടുണ്ടെന്ന് പറയാ. ഓഹോഹോ, വെച്ചിട്ടുണ്ടല്ലേ. അല്ല മോൻ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോൻ എന്താ പോയില്ലേ? അത് പിന്നെ അമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ആ ഇന്റർവ്യൂ എനിക്ക് സെറ്റ് ആവില്ല, ആ ജോലിയെ എനിക്ക് പറ്റുന്ന ജോലിയല്ല. എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറാൻ നോക്കോ. ഓരോ ദിവസവും പേടിച്ച് ഞാനിവിടെ ഇരിക്കുന്നത്. അമ്മേനെ പോലെ എനിക്കും പേടിയുണ്ട്, എന്ത് ചെയ്യാനാ. ഏതായാലും നോക്കാം നമുക്ക്. എനിക്ക് പറ്റിയൊരു പണി വന്നാൽ ഞാൻ പോകും അമ്മ, അമ്മ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ നമ്മുടെ ചന്ദ്രയും. ഏതായാലും പുള്ളിക്കാരൻ വിശാലമായിട്ട് എന്താ 4-5 കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കി ചന്ദ്ര കൊടുത്ത് കറിയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയാണ് ജോലി ഇല്ലെങ്കിലും കൂലി ഇല്ലെങ്കിലും പാർക്കിലിരുന്ന് ആഹാരം കഴിക്കുന്നത്. അതിനൊരു കുറവുമില്ല കേട്ടോ. രാവിലെ കാപ്പി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ചോറുണ്ണുന്നു, അതിൻ്റെ ഇടയ്ക്ക് 4 മണിക്കോ 3 മണിക്കോ എങ്ങാണ്ട് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിക്കുന്നു. എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ടേ. ഏതായാലും പുള്ളിക്കാരൻ ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങി ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി നേരെ കാർ ഷോറൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവിടെയാണല്ലോ ശ്രുതിക്ക് ജോലി. അപ്പം ശ്രുതി കാർ ഷോറൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ സുധീനെ വിളിച്ചിട്ട്, സുധി നീ എവിടെയുള്ളതാണെന്ന് ചോദിച്ചു. എവിടെയുള്ളതാണെന്നല്ല, എവിടെയാണെന്ന് ചോദിച്ചു. എന്ത് പറ്റിയോ, എല്ലാം പറയുന്നത് തെറ്റിപ്പോവാ. എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ഞാൻ കാർ ഷോറൂമിലാണ് ഉള്ളത്. ആണോ, എങ്കിൽ പിന്നെ ഞാൻ അകത്തേക്ക് കയറി വരികയാണ് എന്ന് പറഞ്ഞപ്പോ, അകത്തേക്കോ? എന്നാ കയറി പോരെ, ലെഫ്റ്റ് സൈഡിൽ കൂടെ വരണമെന്ന് പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് ഓർത്തത്, എൻ്റെ ദൈവമേ ഞാൻ കാർ ഷോറൂമിലല്ലല്ലോ, ഇപ്പൊ പാർക്കിലാണല്ലോ ഉള്ളതോ എന്നിങ്ങനെ പെട്ടെന്ന് സുധി ഓർത്തിട്ട്, അയ്യോ വേണ്ട നീയേ കാർ ഷോറൂമിലേക്ക് ഇപ്പൊ കയറി വരണ്ട, ഞാനിപ്പോ ആ കാർ ഷോറൂമിലല്ല ഉള്ളത്, വേറൊരു കാർ ഷോറൂമിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. വേറെ ഷോറൂമിലോ? അതേതാ? അത് പിന്നെ വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി എന്നെ വേറൊരു ഷോറൂമിലേക്ക് വിട്ടേക്കുക, അതുകൊണ്ട് അവിടെയാ ഞാനുള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, ഇവിടെ നിൽക്കണ്ട, നീ പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അതെന്താ, ഏതായാലും ശ്രുതി ഇങ്ങോട്ടേക്ക് വരില്ലേ, അപ്പൊ ഞാൻ ശ്രുതിനെ കണ്ടിട്ട് പൊക്കോളാം. അയ്യോ വേണ്ട ശ്രുതി, ഞാൻ വരുമ്പോ താമസിക്കും, നീ പൊക്കോ, വെറുതെ എന്തിനാ അവിടെ ഇരുന്ന് നീ സമയം കളയുന്നത്? അതൊന്നും സാരമില്ല, ഞാൻ 2 വണ്ടിയൊക്കെ നോക്കിക്കോളാം, നമുക്കും ഭാവിയിൽ ഒരു കാറൊക്കെ എടുക്കണ്ടേ. എന്റെ പൊന്നു ശ്രുതി വേണ്ട, ഇപ്പൊ ഏതായാലും കാറൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇപ്പൊ അവിടെ നല്ല മോഡൽ കാറൊന്നും കിടപ്പില്ലെന്നേ, നീ പെട്ടെന്ന് നീ പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ശ്രുതി പറഞ്ഞു, എന്നാ പിന്നെ ശരി ശ്രുതി എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് ശ്രുതി ഇറങ്ങി കേട്ടോ നേരെ ആ ഒരു ഷോറൂമിൽ നിന്ന്. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സുധീരെ കൈയോടുകൂടി പൊക്കിയേനെ. ഇതൊന്നും വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. വിളിക്കാതെ എങ്ങ് പോകുമായിരുന്നെങ്കിൽ നമ്മുടെ സുധിക്ക് അവിടെ ജോലി ഇല്ലെന്ന് അറിയാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഇത് കുറച്ച് നീട്ടിക്കൊണ്ട് പോകണമല്ലോ, കഥ മുന്നോട്ടേക്ക് പോകണ്ടേ. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. അപ്പൊ ചന്ദ്ര അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് വേറെ ആരുമല്ല വിളിക്കുന്നത്. ആദ്യം എടുക്കുമ്പോൾ തന്നെ ഹലോ ഇത് ആരാന്ന് ചോദിക്കുമ്പം ഞാൻ മലേഷ്യയിൽ നിന്നാണ് എന്നിങ്ങനെ പറയുകയാണ്. രേവതിയുടെ അല്ല, മലേഷ്യ എന്ന് ഞാൻ ശ്രുതിയുടെ എന്നിങ്ങനെ പറഞ്ഞതും, മലേഷ്യ എന്നാണോ വിളിക്കുന്നത്? ശ്രുതിയുടെ അച്ഛനാണോ? അയ്യോ ഞാൻ എത്ര ദിവസമായി എന്നറിയാമോ? നിങ്ങളെ വിളിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. ശ്രുതിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ. ഏതായാലും നല്ലൊരു മോളെയാ ഞങ്ങക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ മോനെ കണ്ടിട്ടില്ലല്ലോ, അവര് രണ്ടുപേരും നല്ല ജോഡികളാ. ഏതായാലും ഞങ്ങൾ ഒരു ദിവസം മലേഷ്യക്ക് വരണം എന്നൊക്കെ ഓർത്തായിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു ദിവസം ഇങ്ങ് പോരെ, നിങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞാൻ മാറ്റിക്കോളാമേ എന്നൊക്കെ പറഞ്ഞ് സ്പീഡിൽ അങ്ങ് സംസാരിച്ചു വിടുക. അപ്പോഴാണ് മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയാണ്,
അതെ, ഞാൻ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനല്ല മാമനാന്ന്. എന്നിട്ട് അയാളെ കാണിക്കാണ് കേട്ടോ. അത് വേറെ ആരുമല്ല, പണ്ടത്തെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ, മറ്റേ മേഡത്തിന്റെ കോമയിലായ ഒരാളുണ്ടല്ലോ, നമ്മുടെ ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും അറിയാന്ന്. ആ പുള്ളിക്കാരനാണ് കേട്ടോ വിളിക്കുന്നത്. ഏതായാലും എന്താകും ഏതാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു വിശേഷമൊക്കെ കാണിച്ചിട്ട് നാളത്തെ വിശേഷം അവസാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പൊ നാളെ വരെ നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോ എന്ത് സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ഗോമതിപ്രിയയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും വലിയ സങ്കടം തന്നെയാണ്. പുള്ളിക്കാരി നമ്മുടെ ഈ ഒരു കഥയിൽ നിന്ന് പോകുകയാണെന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഇനി മുതൽ ഞാൻ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്നുവിന്റെ ഈ കഥയും ഇനി മുതൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്, കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ. കാരണം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ടാണല്ലോ ഞാനിവിടെ ഇരുന്ന് കഥ ചെയ്യുന്നതും. ഇത് എൻ്റെ ഒരു വരുമാന മാർഗവുമാണ്. അപ്പം നിങ്ങൾ പകുതി പേരിങ്ങനെ കേൾക്കുന്നില്ല, ഗോമതിപ്രിയ പോയത് കൊണ്ട് ഇനിയിപ്പം ചിന്നുവിനെയും കാണാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുതേ. കാരണം ഞാൻ എന്നും കഥ പറയാൻ കാണും. എന്നും ഞാൻ കഥ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും കഥ പറയുക. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്താണ് ഗോമതിപ്രിയ പോകുന്നതെന്നൊന്നും അറിയില്ല. അതുമല്ല, തമിഴിലും ഉണ്ടല്ലോ ഗോമതിപ്രിയയുടെ ഒരു കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ പുള്ളിക്കാരിക്ക് കൊണ്ടുപോകാൻ കുറച്ച് പാടായതുകൊണ്ടായിരിക്കാം ഗോമതിപ്രിയ ഇതിൽ നിന്ന് പോകുന്നതും. പിന്നെ കുറെ പ്രോജക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും പുതിയ ഒരാൾ വരുന്നുണ്ട്, നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാവും എന്നൊക്കെ. നമ്മൾ എന്നും എന്നും ഇങ്ങനെ നമ്മുടെ ഗോമതിപ്രിയനെ കണ്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതായാലും വരുന്ന പെൺകുട്ടിയെയും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നൊക്കെ നിങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊരു ബന്ധവും ഇല്ലാട്ടോ. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനമാണ് നിലയ്ക്കുന്നത്. നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതും. നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം നിങ്ങളിങ്ങനെ പറയരുത്, കാണാതിരിക്കരുത് എന്നും. അതിപ്പം ഗോമതിപ്രിയ ആണെങ്കിലും ആരാണെങ്കിലും എന്നും ഞാൻ നിങ്ങളുടെ ചിഹ്നമായിട്ട് കഥ പറയാൻ ഞാൻ എന്നും വരും. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും പറയരുത്, കാണുന്നില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ വിട്ട് പോകരുത് കേട്ടോ. ചെറിയൊരു വിഷമം തോന്നി എനിക്ക്. കുറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്ന കണ്ടപ്പം എനിക്ക് ഏറെക്കുറെ വ്യൂസ് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു രേവതിയുടെയും സച്ചിയുടെയും കഥയിലാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പം വല്ലാതെ ഞാനും അങ്ങ് തകർന്നു പോകട്ടോ. അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷത്തിൽ കാണാട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.